ഹലോ നമസ്കാരം, ഞാൻ ബാസ്മിയെ കുറിച്ചതാണ്. ചെറിയൊരു എക്സ്പീരിയൻസ് ഈ വീഡിയോ കൂടെ അറിയിക്കുന്ന ചെറിയൊരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് പങ്കുവെക്കണം. എത്രമാത്രം കണക്ട് ആവുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് കമന്റ് അടിക്കണം. ഓക്കെ, സർക്കാർ പുതിയൊരു ഉത്തരവ് 35 വീട്ടമ്മ സ്ത്രീകൾക്ക്, സർക്കാർ ജോലിക്കാരല്ല കിട്ടൂല, പിന്നെ വിധവകൾക്കല്ല, സ്ത്രീകൾക്ക് 35 വയസ്സായ സ്ത്രീകൾ, പുരുഷന്മാർക്കല്ലോ. അപ്പോൾ ഇതിന്റെ അപേക്ഷിക്കാനുള്ള ഫോം നമ്മൾ അക്ഷയയിൽ പോയിട്ട് കളക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അക്ഷയിൽ നിന്ന് ഫോം കളക്ട് ചെയ്ത് ബാങ്ക് പോകണം, കനറ ബാങ്കിൽ പോകണം. നമ്മൾ ആ ചുറ്റുപാടുള്ള ബാങ്ക്, നമ്മുടെ വീട്ടിലുള്ള പരിസരത്തുള്ള ആ ചുറ്റുപാടുള്ള ബാങ്കിൽ പോയിട്ട് കാര്യം. ചില ആൾക്കാർ വീട്ടിലുള്ള അഡ്രസ്സ് കഴിഞ്ഞിട്ട് കുറച്ച് ചിലപ്പോൾ ബന്ധുവിന്റെ വീട്ടിൽ അല്ലെങ്കിൽ വേറെ ടൗണിലുള്ള ബാങ്കിൽ പോയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ അപേക്ഷിക്കേണ്ടത് അക്ഷയ പോയിട്ട് ഇതിന് ഫോം വാങ്ങാം. എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എൻ്റെ ഭാര്യ നമുക്ക് വേണ്ടിയിട്ടാണ്. 35 വയസ്സ് കഴിഞ്ഞുകൊണ്ട് ഇതിനൊന്നും അപേക്ഷിക്കാതെ കിട്ടി. സർക്കാർ ഒരു അനുകൂലം തന്നതല്ല, അതൊന്നും വെറുതെ നമ്മൾ പായാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ബാങ്കിൽ നിന്ന് പാൻ കാർഡ് നിർബന്ധമാണ്. പാൻ കാർഡ് ആദ്യം മനസ്സിലാക്കാം. ആദ്യം പാൻ കാർഡ് എടുക്കുക, അക്ഷയ പോയിട്ട് തന്നെ ഈ ഫോം വാങ്ങുമ്പോൾ പാൻ കാർഡ് എടുക്കുക. പാൻ കാർഡ് എടുത്തതിന് ശേഷം ബാങ്കിൽ പോവുക. ബാങ്കിൽ പോയി കഴിഞ്ഞതിന് ശേഷം മൊത്തം 4 ഫോട്ടോ ആണ്. പാൻ കാർഡ് 2 ഫോട്ടോ, ബാങ്കിൽ 2 ഫോട്ടോ. അപ്പോൾ ഇതൊക്കെ ഫോം കാര്യങ്ങളൊക്കെ ഫില്ലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 500 രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നതിൽ ഇതിന് പൈസ ആവശ്യം, പക്ഷേ 500 രൂപ അക്കൗണ്ട് തുടങ്ങുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന രീതിയിൽ അക്കൗണ്ടിൽ ഉള്ളത് നല്ലതാണ്. ഓക്കെ, അങ്ങനെ ഈ പേപ്പറും കാര്യങ്ങളൊക്കെ ഫില്ലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവർ ഒരുപാട് ആൾക്കാർ അപേക്ഷിക്കുന്നത് ചിലപ്പോൾ ഒരു മാസം പിടിക്കുമെന്ന് പറയും. പക്ഷേ നമ്മളത് ഒന്ന് ഫോളോ ചെയ്യുക, ഒരാഴ്ച കഴിഞ്ഞ് ഒന്ന് ഫോളോ ചെയ്യുന്നതിന് നല്ലതാണ്. ചിലപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ക്ലിയർ ആക്കുന്നത്. അതേമാതിരിയാണ് ഒരു മാസം പിടിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞാൽ ഞാനൊന്ന് ഫോളോ ചെയ്തപ്പോൾ അന്ന് തന്നെ ബാങ്ക് പാസ്ബുക്ക് കിട്ടി. പാൻ കാർഡ് ATM അപേക്ഷിച്ചു. ഇപ്പോൾ ATM ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ATM കൊറിയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളിതൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഓക്കെ, ആ കൊറിയർ എങ്ങനെയാണ്, ഞാൻ ഒരുപാട് ATM കാർഡ് എനിക്ക് വന്നതും മറ്റുള്ളവർക്ക് വന്നതൊക്കെ കണ്ടിട്ട് ഇത് കുറച്ച് കൊറിയറായിട്ട് വന്നത് കുറച്ച് വലിയൊരു കവറാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളിതൊന്ന് പങ്കുവെക്കാം. ഓക്കെ, ഇത് കണ്ടില്ലേ, അടിപൊളി. എന്താണെന്ന് നോക്കട്ടെ, ATM കാർഡ് വന്നതാണ്. ഓക്കെ, സെൽഫ് വീഡിയോസ് എടുക്കാട്ടോ. വീഡിയോസിലൊക്കെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും. വാ, നല്ല അടിപൊളി പേഴ്സ് കേട്ടോ. ബാങ്കിൻ്റെ ആംബ്ലൊക്കെ ഉള്ള പേരൊക്കെ ഉള്ള അടിപൊളി പേഴ്സ്. ലാസ്റ്റ് ചെയ്യുന്ന അടിപൊളി നല്ല ഇതിൽ ഡിസൈൻ ചെയ്തൊരു പേഴ്സ്. ഒരു ലെയർ, 2 ലെയർ, 3 ലെയർ, അടിപൊളി. ഒരു ചെറിയൊരു കഥ ബുക്ക് ഉണ്ട്. ഇതൊക്കെ നമ്മളെ സ്കൂൾ പഠിക്കുമ്പോൾ കളി ബുക്ക്, മായാവിൻ്റെ ബുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ. പക്ഷേ അത് ഹിന്ദിയിലാട്ടോ. അടിപൊളി ലുട്ടാപ്പി ഓർമ്മകളൊന്നായി വരക്കാം. കാരണം എന്താണ്, ഒരു ATM അടിയോ അതിനിപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ ഇത് ചെറങ്ങനെ ഒന്ന് കിട്ടിയാൽ മതി. അത് അമ്മമാർ ടെക്നോളജി കണക്കല്ലേ. ATM ഇങ്ങനെ കാണിക്കണം. അപ്പോൾ നല്ലത് ചെറിയൊരു കവർ ATM ഇടാനുള്ള പേഴ്സ് ഉണ്ടെങ്കിലും അത് അതിൻ്റെ ഫോർമാറ്റീസിൽ വേണമല്ലോ. അതാണല്ലോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഒരു ബാങ്കിൻ്റെ ഒരു പരസ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവണം. ഓക്കെ, ഒരു നമ്മുടെ ചെക്ക് ബുക്ക് ഇപ്പോൾ ഓരോ മച്ചാനെ അടിപൊളിട്ടൊന്നും പറയാൻ കേട്ടോ. പൈസ കിട്ടിയില്ലെങ്കിൽ എന്താ അടിപൊളിയല്ലേ. ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് വേറെ ലെവലാവും. ഒന്നും പറയാനില്ല. സർക്കാർ ഇങ്ങനെ ഓരോ നന്മകൾ, അടിപൊളി കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. മുന്നോട്ട് പോട്ടെ സർക്കാർ. അടിപൊളി, സൂപ്പർ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ചെറിയൊരു എക്സ്പീരിയൻസ് പങ്കിടുക, കമൻറ്റ് അടിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.